ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് റെഗുലേഷനിലെ ഷെയർ ക്യാപിറ്റൽ എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൽ മോഡ്സ് ഓർ മെത്തേഡ്സ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡ് പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂ എന്ന് വെച്ചാൽ അണ്ടർ ദിസ് മെത്തേഡ് ദ കമ്പനി ഇഷ്യൂ എ പ്രോസ്പെക്ടസ് to the public inviting offers for subscription. The investors who are interested in the securities apply for the securities they are willing to buy. Advertisements are also issued in the leading newspapers. Under the Companies Act, it is obligatory for a public limited company to issue a prospectus or file a statement in lieu of prospectus with the registrar of companies. ഇവിടെ പബ്ലിക് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെത്തേഡിൻ്റെ കീഴിൽ സബ്സ്ക്രിപ്ഷനായിട്ട് പബ്ലിക്കുകളെ ഇൻവൈറ്റ് ചെയ്യുന്ന ഓഫറുകളിലേക്ക് കമ്പനി ഒരു പ്രോസ്പെക്ടസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇത് സെക്യൂരിറ്റികളിൽ ഇൻട്രസ്റ്റ് ഉള്ള ഇൻവെസ്റ്റേഴ്സിന് അവർ വാങ്ങാൻ തയ്യാറുള്ള സെക്യൂരിറ്റികൾക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, അപ്ലൈ ചെയ്യുന്നത് ഈ ലീഡിംഗ് ന്യൂസ് പേപ്പേഴ്സ്, അഡ്വർടൈസ്മെൻറ്റ്സ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടാണ്. ഇതിലൂടെയാണ് ഈ സെക്യൂരിറ്റികൾ അപ്ലൈ ചെയ്യുന്നത്. ദെൻ ഈ കമ്പനി ആക്ട് പ്രകാരം ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രോസ്പെക്ടസിന് പകരമായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് സമർപ്പിക്കുകയോ ചെയ്യേണ്ടത് പബ്ലിക് ഇഷ്യൂവിൻ്റെ കേസിൽ നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, മെത്തേഡ്സ് ഓഫ് പബ്ലിക് ഇഷ്യൂ. ദർ ആർ 2 മെത്തേഡ്സ് ഓഫ് പബ്ലിക് ഇഷ്യൂ: ഇനീഷ്യൽ പബ്ലിക് ഓഫർ ആൻഡ് ഫോളോ ഓൺ പബ്ലിക് ഓഫർ. ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുകയാണെങ്കിൽ when a public limited company make public issue of shares for the first time, it is called an initial public offer. ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആദ്യമായിട്ട് ഷെയറുകളുടെ പബ്ലിക് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനെ പറയുന്നതാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. ദെൻ ഫോളോ ഓൺ പബ്ലിക് ഓഫർ. Follow on public offer means an already listed company make further offer of shares to the public. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത ഷെയർസുകളെയാണ് ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. ഒരു കമ്പനിയിൽ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത ഷെയർസുകൾ അല്ലെങ്കിൽ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത ഷെയർസുകൾക്ക് ഓഫർ കൊടുക്കുന്ന മെത്തേഡാണ് ഈ പറയുന്ന ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് പബ്ലിക് ഇഷ്യൂ. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ആണ് പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർസ് പ്രൊവൈഡ് ദ ലിക്വിഡിറ്റി ഓർ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഒരു പബ്ലിക് ഇഷ്യൂ മെത്തേഡ് അല്ലെങ്കിൽ പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ ലിക്വിഡിറ്റി അതുപോലെ തന്നെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ ഷെയർസ് ആർ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ലാർജ് നമ്പർ ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ധാരാളം ഇൻവെസ്റ്റേഴ്സിനിടയിൽ ഷെയറുകൾ വ്യാപകമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പബ്ലിക് ഇഷ്യൂ ആഡ്സ് ബെറ്റർ കോർപ്പറേറ്റ് ഇമേജ് ടു ദ കമ്പനി. പബ്ലിക് ഇഷ്യൂ കമ്പനിക്ക് ഒരു ബെറ്റർ കോർപ്പറേറ്റ് ഇമേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് മേക്ക് ബെറ്റർ വാല്യുവേഷൻ ഓഫ് ദ കമ്പനീസ് ഷെയർസ് ഇൻ ദി മാർക്കറ്റ് പ്ലേസ്. ഈ പബ്ലിക് ഇഷ്യൂസ് മാർക്കറ്റിലെ കമ്പനിയുടെ ഷെയർസുകളുടെ ഒരു ബെറ്റർ വാല്യുവേഷൻസ് നടത്തുന്നുണ്ട്. നെക്സ്റ്റ്, പബ്ലിക് ഇഷ്യൂ എൻഷുർ ദ ബെറ്റർ ഗവേണൻസ് ഓഫ് ദ കമ്പനി ബൈ കംപ്ലൈയിങ് വിത്ത് റെഗുലേറ്ററി എൻവയോൺമെൻറ്റ്. റെഗുലേറ്ററി എൻവയോൺമെൻറ്റ് അനുസൃതമായിട്ട് കമ്പനിയുടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഗവേണൻസ് അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ളൊരു പബ്ലിക് ഇഷ്യൂസ് ഉറപ്പാക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് പബ്ലിക് ഇഷ്യൂ. ഫസ്റ്റ് വൺ, പബ്ലിക് ഇഷ്യൂ ഈസ് ടൈം കൺസ്യൂമിങ് ആൻഡ് ലെങ്തി. പബ്ലിക് ഇഷ്യൂ എന്ന് പറയുകയാണെങ്കിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒന്നാണ്, അത് മാത്രമല്ല ലെങ്തി ആയിരിക്കും. ദെൻ ദ കോസ്റ്റ് ഓഫ് പബ്ലിക് ഇഷ്യൂ ഈസ് ഹൈ. പബ്ലിക് ഇഷ്യൂവിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്ന ഹൈലി ആയിരിക്കും. ദർ ഈസ് ഡയലൂഷൻ ഓഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി ആസ് എ റിസൾട്ട് ഓഫ് പബ്ലിക് ഇഷ്യൂ. ഇവിടെ പബ്ലിക് ഇഷ്യൂവിൻ്റെ ഫലമായിട്ട് കമ്പനിയുടെ കൺട്രോളിങ്ങും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും ഡയലൂട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. In this method, the issuing company sell its securities privately to one or more institutional brokers who in turn sell them to their client and associate. The method is quite convenient and economical. Moreover, the company get the money quickly and there is no risk of non-receipts of minimum subscription. ഈ ഒരു മെത്തേഡ് പ്രകാരം ഇഷ്യൂ ചെയ്യുന്ന കമ്പനി അതിൻ്റെ സെക്യൂരിറ്റികളിൽ ഒന്നോ അതിലധികമോ
ഇൻസ്റ്റിറ്റ്യൂഷണൽ ബ്രോക്കർമാർക്ക് പ്രൈവറ്റ് ആയിട്ട് സെയിൽ ചെയ്യുക. അതുമാത്രമല്ല അവരത് അവരുടെ ക്ലയൻറ്റുകൾക്കും അസോസിയേറ്റുകൾക്കും സെയിൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ മെത്തേഡ് തികച്ചും സൗകര്യപ്രദവും സാമ്പത്തികവുമായിട്ടുള്ള ഒന്നാണ്. മാത്രമല്ല കമ്പനിക്ക് എമൗണ്ട് വേഗത്തിൽ ലഭിക്കുകയും കൂടാതെ മിനിമം സബ്സ്ക്രിപ്ഷൻ ലഭിക്കാത്തതിൻ്റെ യാതൊരു തരത്തിലുള്ള റിസ്ക്കും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതാണ് മെത്തേഡ്സ് ഓഫ് പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്. ബുക്ക് ബിൽഡിംഗ് ഈസ് ദ മെത്തേഡ് ഓഫ് ഡിസ്കവറിംഗ് ദ ഇഷ്യൂ പ്രൈസ് ഓഫ് ഷെയർസ് ബേസ്ഡ് ഓൺ ആൻ അസസ്മെൻറ്റ് ഓഫ് ദി ഡിമാൻഡ് ഫോർ ദ സെക്യൂരിറ്റീസ്. ഈ ബുക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റികളുടെ ഡിമാൻഡിനെ വിലയിരുത്തുന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഷെയറുകളുടെ ഇഷ്യൂ പ്രൈസ് കണ്ടെത്തുന്ന ഒരു മെത്തേഡാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അണ്ടർ ദിസ് മെത്തേഡ് ദ കമ്പനി ഇഷ്യൂ എ റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ്. ദ റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ് കണ്ടെയ്ൻ ഓൾ ഇൻഫർമേഷൻ അബൌട്ട് ദ കമ്പനി ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ദ ഇഷ്യൂ വിത്തൗട്ട് സ്റ്റേറ്റിംഗ് ദ നമ്പർ ഓഫ് ഷെയർസ് ദ കമ്പനി വിഷസ് ടു ഇഷ്യൂ ആൻഡ് ദി ഇഷ്യൂ പ്രൈസ്. ഈ ഒരു മെത്തേഡ് പ്രകാരം കമ്പനി ഒരു റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസിൽ കമ്പനിയെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും അതുപോലെ തന്നെ ഇഷ്യൂവിൻ്റെ വിശദാംശങ്ങളും അടങ്ങിയിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഒരു കമ്പനി ഇഷ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഷെയറുകളുടെ എണ്ണവും അത് ഇഷ്യൂ ചെയ്യുന്ന പ്രൈസും ഇതൊക്കെ എന്താണ് ഈ ഒരു ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിൽ അടങ്ങിയിട്ടുണ്ട്. Then next point, the company will announce the price band within which the investors may bid for shares along with the quantity bid. ഇവിടെ പറയുന്ന ക്വാണ്ടിറ്റി ബിഡിനൊപ്പം ഇൻവെസ്റ്റേഴ്സിന് ഷെയർസുകൾ ലേലം വിളിക്കാൻ കഴിയുന്ന ഒരു പ്രൈസ് ബാൻഡ് കമ്പനി അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്. എന്തൊക്കെ പ്രോസസ്സാണ് ഒരു ബുക്ക് ബിൽഡിങ്ങിനുള്ളത്? ഒന്നാമത്തെ, ദ ഇഷ്യൂയിങ് കമ്പനി അപ്പോയിൻറ്റ് one or more merchant bankers as lead book runners to issue. ബുക്ക് ബിൽഡിംഗ് മെത്തേഡിൻ്റെ ഫസ്റ്റ് പ്രോസസ് ആണ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനി ഒന്നോ അതിലധികമോ ഉള്ള മർച്ചൻറ്റ് ബാങ്കർമാരെ ലീഡ് ബുക്ക് റണ്ണർ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ, ദ ലീഡ് ബുക്ക് റണ്ണർ ഫയൽ എ റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ് വിത്ത് സെബി ഫോർ അപ്രൂവൽ. ലീഡ് ബുക്ക് റണ്ണർ അവരുടെ അംഗീകാരത്തിനായിട്ട് സെബിയുമായിട്ട് ഒരു റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസിൽ ഫയൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ദ book runner form a syndicate of underwriters and brokers through whom bid are received from the public. ഇവിടെ ബുക്ക് റണ്ണേഴ്സ് പബ്ലിക്കുകളിൽ നിന്ന് ബിഡുകൾ സ്വീകരിക്കുന്ന അണ്ടർറൈറ്റർമാരുടെയും ബ്രോക്കർമാരുടെയും ഒരു സിൻഡിക്കേറ്റ് യോഗം ഉണ്ടാക്കുന്നുണ്ട്. നെക്സ്റ്റ്, ദ ബുക്ക് റണ്ണർ ബിൽഡപ്പ് ദി book based on the bids and offers received from the investors. It is an analysis of the bid at a different price within the price band. ഇവിടെ പറയുന്നത് ഈ ബിഡുകളും ഓഫറുകളും അടിസ്ഥാനമാക്കിയിട്ട് ഒരു ബുക്ക് റണ്ണർ ബുക്ക് സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ നിർമ്മിക്കുന്നു. ഇത് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് സ്വീകരിച്ച എല്ലാ പ്രൈസ് ബാൻഡിനുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രൈസുകൾ അതുപോലെ തന്നെ ബിഡുകൾ അതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻസ് ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ ബുക്ക് റണ്ണർ ആൻഡ് ദി ഇഷ്യൂയിങ് കമ്പനി ഡിറ്റർമൈൻ ദ ഇഷ്യൂ പ്രൈസ് ബേസ്ഡ് ഓൺ ദി അനാലിസിസ്. ഇവിടെ പറയുന്നത് ബുക്ക് റണ്ണറും ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയും അതിൻ്റെ വിശകലനത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഇഷ്യൂ പ്രൈസ് നിർണ്ണയിക്കുന്നു. The final prospectus is filed with the registrar of the company stating the issue price and total number of shares are offered. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്യൂ പ്രൈസും അതുപോലെ തന്നെ അതിൽ വാഗ്ദാനം ചെയ്ത മൊത്തം ഷെയറുകളുടെ എണ്ണവും വ്യക്തമാക്കുന്ന ഒരു ഫൈനൽ പ്രോസ്പെക്ടസ് കമ്പനിയുടെ രജിസ്ട്രാർക്ക് സമർപ്പിക്കുന്നുണ്ട്. ലാസ്റ്റ് സ്റ്റേജ് ആണ് റിയലൈസേഷൻ ഓഫ് അപ്ലിക്കേഷൻ മണി ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. ഒരു ഷെയർസ് അപ്ലൈ ചെയ്യുക അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് അപ്ലിക്കേഷൻ മണിക്കായിട്ട് അലോട്ട്മെൻറ്റ് കൊടുക്കുക, റിയലൈസേഷൻ കൊടുക്കുക. അതാണ് ലാസ്റ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ റിയലൈസേഷനോ അപ്ലിക്കേഷൻ മണിയും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റോ ഷെയർസും ഇത് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് ടോപ്പിക്കാണ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് എന്ന് പറയുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് മീൻസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് എ സർട്ടൻ നമ്പർ ഓഫ് ഷെയർസ് ടു ആൻ അപ്ലിക്കൻസ് in responses his applications for shares. The allotment means distribution of shares among those who have submitted written applications. ഈ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് അഥവാ ഷെയറുകളുടെ അലോട്ട്മെൻറ്റ് എന്നതിനർത്ഥമാക്കുന്നത്
ഒരു അപ്ലിക്കൻറ്റിന് അവരുടെ ഷെയറുകൾക്കുള്ള അപേക്ഷയ്ക്ക് മറുപടിയായിട്ട് ഒരു സ്പെസിഫൈഡ് ആയുള്ള നമ്പർ ഓഫ് ഷെയർസ് വിനിയോഗിക്കുക എന്നതാണ് പറയുന്നത്. അതും ഇത് റിട്ടേൺ ഡോക്യുമെൻ്റ് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻസ് സമർപ്പിച്ചവർക്കിടയിൽ അവരുടെ ഷെയർസുകൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നതാണ് അലോട്ട്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, 2 types of provisions applicable for the allotment. First one, general provision affecting the allotment. ഈ ജനറൽ പ്രൊവിഷൻ എന്ന് പറയുകയാണെങ്കിൽ അതിൽ വരുന്നതാണ് പ്രോപ്പർ ഓതറൈസേഷൻ അഗെയിൻസ്റ്റ് വാലിഡ് അപ്ലിക്കേഷൻ വിത്തിൻ റീസണബിൾ ടൈം, അൺകണ്ടീഷണൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് അലോട്ട്മെൻറ്റ്. ഫസ്റ്റ് വൺ, ജനറൽ പ്രൊവിഷൻസ് അഫക്റ്റിംഗ് ദ അലോട്ട്മെൻറ്റ് കേസിൽ പ്രോപ്പർ ഓതറൈസേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എന്താണ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഓതറൈസേഷൻസ് ബോർഡ് മീറ്റിങ്ങിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് അലോട്ട്മെൻറ്റ് ഡയറക്ടർ ബോർഡിൽ ഇത് അംഗീകരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, എഗെയിൻസ്റ്റ് വാലിഡ് അപ്ലിക്കേഷൻ. എഗെയിൻസ്റ്റ് വാലിഡ് അപ്ലിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ വാലിഡ് ആയിട്ടുള്ള അപ്ലിക്കേഷനെതിരെ ഇൻവെസ്റ്റേഴ്സ് നടത്തുന്ന അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അത് ഓഫേഴ്സ് ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ അപ്ലിക്കേഷൻസ് റിട്ടേൺ ഡോക്യുമെൻറ്റിലുള്ളതും ഓഫറിൻ്റെ എല്ലാ ആവശ്യകതകളും സംബന്ധിച്ചുള്ള ഒരു വാലിഡ് ആയിട്ടുള്ള അപ്ലിക്കേഷനുമായിരിക്കണം ഈ പറയുന്ന എഗെയിൻസ്റ്റ് വാലിഡ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വിത്തിൻ റീസണബിൾ ടൈം. വിത്തിൻ റീസണബിൾ ടൈം എന്ന് പറയുകയാണെങ്കിൽ ന്യായമായ ഒരു സമയത്തിനുള്ളിൽ അലോട്ട്മെൻറ്റ് സ്പെസിഫൈഡ് ആയുള്ളൊരു സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ന്യായമായ ഒരു സമയത്തിനുള്ളിൽ ഈ ഒരു പ്രൊസീജിയർ നടത്തണം. അല്ലാത്ത പക്ഷം ഈ ഓഫർ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, അൺകണ്ടീഷണൽ എന്ന് പറയുകയാണെങ്കിൽ ഈ അലോട്ട്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ആബ്സല്യൂട്ട് ആൻഡ് അൺകണ്ടീഷണൽ ആയിരിക്കും. എനി ക്വാളിഫൈഡ് ഓർ കണ്ടീഷണൽ അലോട്ട്മെൻറ്റ് ഈസ് നോട്ട് വാലിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കണ്ടീഷണൽ ആയിട്ടൊരു അലോട്ട്മെൻറ്റ് അവിടെ വാലിഡ് ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. അൺകണ്ടീഷണൽ മാത്രമാണ് വാലിഡ് ആവുന്നത്. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ ഓഫ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ ഓഫ് അലോട്ട്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് അലോട്ട്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻസ് സക്സസ്ഫുൾ ആയിട്ട് അലോട്ടികൾക്ക് അലോട്ട്മെൻറ്റ് അഡ്വൈസ് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റിൻ്റെ ലെറ്റർ നൽകി അലോട്ട്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻസ് നടത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ജനറൽ പ്രൊവിഷനിൽ പറഞ്ഞത്. ജനറൽ പ്രൊവിഷനിൽ പ്രോപ്പർ ഓതറൈസേഷൻ എഗെയിൻസ്റ്റ് വാലിഡ് അപ്ലിക്കേഷൻ, ദെൻ വിത്തിൻ റീസണബിൾ ടൈം, അൺകണ്ടീഷണൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് അലോട്ട്മെൻറ്റ്. നെക്സ്റ്റ്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ അണ്ടർ ദി കമ്പനീസ് ആക്ട്. ഫസ്റ്റ് വൺ, രജിസ്ട്രേഷൻ ഓഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുകയാണെങ്കിൽ പ്രോസ്പെക്ടസിൻ്റെ രജിസ്ട്രേഷന് ഒരു പബ്ലിക് ഷെയർസുകളുടെ ഡിസ്ട്രിബ്യൂഷന് മുമ്പ് തന്നെ ഡയറക്ടർമാർ രജിസ്ട്രേഷനായിട്ട് കമ്പനികളുടെ രജിസ്ട്രാറിൽ പ്രോസ്പെക്ടസിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ഫയൽ ചെയ്യണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ മിനിമം സബ്സ്ക്രിപ്ഷൻസ് കമ്പനിയുടെ ബിസിനസ്സിലെ എല്ലാ ആക്ടിവിറ്റീസുകളുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് ഡയറക്ടർമാരുടെ അഭിപ്രായത്തിൽ മൊബിലൈസ് ചെയ്യേണ്ട ഏറ്റവും കുറഞ്ഞ ഒരു എമൗണ്ട് ആണ് ഈ പറയുന്ന മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അപ്ലിക്കേഷൻ ഫോർ ലിസ്റ്റിംഗ് ഓഫ് ഷെയർസ് സെക്ഷൻ 14. അപ്ലിക്കേഷൻ ഫോർ ലിസ്റ്റിംഗ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഒന്നോ അതിലധികമോ ഓതറൈസ്ഡ് ആയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലേക്ക് കമ്പനി അവയുടെ ഷെയറുകളുടെ ലിസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ലിസ്റ്റിങ്ങിനായിട്ടുള്ള ഒരു അനുമതിക്കായിട്ട് അപ്ലിക്കേഷൻ നൽകിയിട്ടില്ലെങ്കിൽ, ഒരു അലോട്ട്മെൻറ്റും നൽകിയിട്ടില്ലെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് അനുമതി നൽകിയില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് അസാധുവാവുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്, അപ്ലിക്കേഷൻ ഫോർ ലിസ്റ്റിംഗ് ഓഫ് ഷെയർസ് എന്ന് പറയുകയാണെങ്കിൽ ഒന്നോ അതിലധികമോ ആയിട്ടുള്ള ഓതറൈസ്ഡ് ആയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലേക്ക് കമ്പനി അവയുടെ ഷെയർസുകളുടെ എണ്ണം ലിസ്റ്റിങ്ങിനായിട്ട് അനുമതിക്കായി അപ്ലൈ നൽകിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു അലോട്ട്മെൻറ്റും പ്രൊവൈഡ് ചെയ്യില്ല. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് അനുമതി നൽകിയില്ലെങ്കിൽ ഈ അലോട്ട്മെൻറ്റ് അസാധു ആവുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ കമ്പനി നിശ്ചയിച്ച മെത്തേഡിൽ അലോട്ട്മെൻറ്റിൻ്റെ റിട്ടേൺ
രജിസ്ട്രാർക്ക് സമർപ്പിക്കണമെന്നാണ് പറയുന്നത്. കമ്പനി നിശ്ചയിച്ച രീതിയിൽ ഒരു അലോട്ട്മെൻറ്റിൻ്റെ റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് രജിസ്ട്രാർക്ക് സമർപ്പിക്കണം. നെക്സ്റ്റ് പ്രൊസീജിയേഴ്സ് ഫോർ അലോട്ട്മെൻറ്റ്. പ്രൊസീജിയേഴ്സ് ഫോർ അലോട്ട്മെൻറ്റ് പറയുകയാണെങ്കിൽ ഒരു അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ഏതൊക്കെ രീതിയിലാണ് നടക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്തെ അപ്ലിക്കേഷൻ ഓഫ് ഷെയർസ്, രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്, ലെറ്റർ ഓഫ് അലോട്ട്മെൻറ്റ്, ലെറ്റർ ഓഫ് റിഗ്രറ്റ്. ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ ഫസ്റ്റ് പറയുന്നതാണ് അപ്ലിക്കേഷൻ ഓഫ് ഷെയർസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. ഒന്നില്ലെങ്കിൽ പ്രോസ്പെക്ടസ് വഴി അല്ലെങ്കിൽ പബ്ലിക് ഇഷ്യൂസ് ഒക്കെ വഴി എന്താണ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം അപ്ലിക്കേഷൻസ് കൊടുക്കുക. പ്രോസ്പെക്ടസ് വഴിയൊക്കെ ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്, ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെൻറ്റ്, പിന്നെ ന്യൂസ് പേപ്പേഴ്സ് വഴി, അണ്ടർ റൈറ്റേഴ്സ് വഴി, ബ്രോക്കർമാർ വഴിയൊക്കെ എന്താണ് ഈ ഷെയർ അപ്ലിക്കേഷൻസ് കൊടുക്കുക. അങ്ങനെ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ നോക്കുക. രണ്ടാമത്തെ പറയുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് എന്ന് പറയുകയാണെങ്കിൽ അപ്ലിക്കേഷൻ കൊടുത്ത ഷെയർസ് അത് കറക്റ്റ് ടൈമിലാണ് അല്ലെങ്കിൽ ഫിക്സഡ് ടൈം പീരീഡ്, അതിൻ്റെ എക്സ്പയറി ടൈം പീരീഡ് കാര്യങ്ങളൊക്കെ ആ ആപ്ലിക്കേഷൻസിൽ മെൻഷൻ ചെയ്യുക. അതിലൂടെ ആയിരിക്കും എന്ന് വെച്ചാൽ എത്രയാണോ മിനിമം സബ്സ്ക്രിപ്ഷൻസ് ആ കാര്യങ്ങളൊക്കെ ഈ ആപ്ലിക്കേഷനിൽ മെൻഷൻ ചെയ്യണം. അതുവഴിയായിരിക്കും നമ്മളൊരു ഷെയർസ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. ദെൻ ലെറ്റർ ഓഫ് അലോട്ട്മെൻറ്റ്. ലെറ്റർ ഓഫ് അലോട്ട്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഈ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ അലോട്ട്മെൻറ്റ് ലെറ്റർ ഇവർക്കാണ് സമർപ്പിക്കേണ്ടത്. ആർക്ക്? ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് സമർപ്പിക്കേണ്ടത്. ആരാണ് ഈ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്? അലോട്ടി അവരുടെ ഈ അലോട്ട്മെൻറ്റ് ഷെയർസിലുള്ള എല്ലാ ഇൻഫർമേഷൻസും കാര്യങ്ങളും കൂട്ടിച്ചേർത്തിട്ട് ഒരു അലോട്ടേഴ്സിന് ഒരു ലെറ്റർ പ്രൊവൈഡ് ചെയ്യുകയാണ്. അതാണ് ഈ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറയുന്നത്. ഈ അലോട്ട്മെൻറ്റ് ലെറ്റേഴ്സ് അപ്രൂവ്ഡ് ആവണമെങ്കിൽ അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഇഷ്യൂ ചെയ്യണം. നെക്സ്റ്റ് ലെറ്റർ ഓഫ് റിഗ്രറ്റ്. ലെറ്റർ ഓഫ് റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലെറ്റർ ഓഫ് റിഗ്രറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ അവർക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻസിൻ്റെ എന്ന് വെച്ചാൽ ഒരുപാട് അപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ ആ അപ്ലിക്കൻസിലുള്ള ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിട്ടുള്ള ഷെയർസ് മാത്രം ഉള്ള ആളുകളെ ഒഴിവാക്കുകയും മിനിമം സബ്സ്ക്രിപ്ഷൻ ഷെയർസുകളെ മാത്രം അലോട്ട് ചെയ്യുകയും ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ സബ്സ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഷെയർസുകളെ റിഗ്രറ്റ് ചെയ്ത് കളയുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ലെറ്റർ ഓഫ് റിഗ്രറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുക. രണ്ടാമത്തെ ആ അപ്ലിക്കേഷൻ കൊടുത്ത ഷെയർസിന് കറക്റ്റ് ഡേറ്റ്, ഒരു ഫിക്സഡ് എക്സ്പയറി ഡേറ്റ്, പിന്നെ അതുപോലെ തന്നെ മിനിമം സബ്സ്ക്രിപ്ഷൻസ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് നടത്തുക. പിന്നെ ലെറ്റർ ഓഫ് അലോട്ട്മെൻറ്റ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഈ അലോട്ട്മെൻറ്റ് ലെറ്റർ സെൻഡ് ചെയ്യുക. എല്ലാ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ട്. ദെൻ ലെറ്റർ ഓഫ് റിഗ്രറ്റ് എന്ന് വെച്ചാൽ ഓവർ ക്യാപിറ്റലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ലെറ്റർ റിഗ്രറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഓവർ ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിന് ഓവർ ക്യാപിറ്റലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ റിഗ്രറ്റ് ചെയ്തിട്ട് മിനിമം സബ്സ്ക്രിപ്ഷൻ മാത്രം പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതാണ് ഈ പ്രൊസീജിയേഴ്സ് ഓഫ് അലോട്ട്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇറഗുലർ അലോട്ട്മെൻറ്റ്. ഇറഗുലർ അലോട്ട്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ an allotment of shares by a company is said to be irregular if the issue was made by not complying with the statutory provisions of the act. ഇറഗുലർ അലോട്ട്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കമ്പനീസ് ആക്ടിൻ്റെ അല്ലെങ്കിൽ കമ്പനീസ് ആക്ടിൻ്റെ നിയമപരമായിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കാതെ ഇഷ്യൂ സൃഷ്ടിക്കുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ ഷെയർസ് അത് അനുവദിക്കുന്ന ഇറഗുലറായിട്ട് പറയപ്പെടുന്നു എന്നാണ് പറയുന്നത്. കമ്പനീസ് ആക്റ്റിൽ നിയമപരമായിട്ടുള്ള വ്യവസ്ഥകളിൽ പാലിക്കാതെ ഇഷ്യൂ സൃഷ്ടിക്കുകയാണെങ്കിൽ ഒരു കമ്പനി അതിൻ്റെ ഷെയർസുകൾ അനുവദിക്കുന്നത് ഇറഗുലറായിട്ടാണ് പറയപ്പെടുന്നത്. The following cases the allotment is treated as a irregular. First one, the company failed to issue a prospectus. ഇവിടെ പറയുന്ന പ്രോസ്പെക്ടസ് നൽകുന്നതിന് കമ്പനി ഫെയിൽ ആവുക. The amount of minimum subscription was not received. മിനിമം സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് ലഭിക്കാതെ വരിക. The application amount received was not deposited in a scheduled bank. ഇവിടെ പറയുന്നത് നമുക്ക് റിസീവ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിൻ്റെ എമൗണ്ട് അത് ഒരു ഷെഡ്യൂൾഡ് ബാങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ന്യൂ പ്രോസ്പെക്ടസ് വാസ് നോട്ട് ഫൈൽഡ് വിത്ത് ദ രജിസ്ട്രാർ വേർ ദ ഷെയർസ് വേർ ഇഷ്യൂഡ് അണ്ടർ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിന് കീഴിൽ ഷെയർസുകൾ നൽകിയ
രജിസ്ട്രാർക്ക് പകരം ഒരു പ്രോസ്പെക്ടസിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഫയൽ ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരു അലോട്ട്മെൻറ്റ് ഇറഗുലർ ആവാനുള്ള കാരണങ്ങളാണ്. നെക്സ്റ്റ്, അപ്ലിക്കേഷൻ ഫോർ ലിസ്റ്റിംഗ് വാസ് നോട്ട് ഗ്രാൻഡഡ് ഓർ കണ്ടീഷൻസ് നെസറി ഫോർ ലിസ്റ്റിംഗ് were not fulfilled. ഇവിടെ ലിസ്റ്റിങ്ങിനായിട്ട് അപ്ലിക്കേഷൻ അനുവദിച്ചിട്ടില്ല എങ്കിൽ ലിസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഷെയർസ് സെക്ഷൻ 46 പ്രകാരം ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഷെയർസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് അണ്ടർ ദ കോമൺ സീൽ ഓഫ് ദ കമ്പനി സ്പെസിഫൈങ് ദ ഷെയർസ് ഹെൽഡ് ബൈ എനി പേഴ്സൺ ഷാൾ ബി പ്രൈം ഫേസ് എവിഡൻസ് ഓഫ് ദ ടൈറ്റിൽ ഓഫ് ദ പേഴ്സൺ ടു സച്ച് ഷെയർസ്. ഒരു കമ്പനിയുടെ കോമൺ സീൽ പ്രകാരം നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് അതിൽ ഏതെങ്കിലും വ്യക്തിയുടെ കൈവശമുള്ള ഷെയറുകൾ അതിൽ വ്യക്തമാക്കുകയും അത്തരം ഷെയറുകൾക്ക് ആ വ്യക്തിയുടെ പ്രൈം എവിഡൻസിൻ്റെ തെളിവായിരിക്കുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ടൈറ്റിലിൻ്റെ ഒരു പ്രൈം എവിഡൻസ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ മെയിനായിട്ട് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഷെയർസ് എന്ന് പറയുകയാണെങ്കിൽ കമ്പനിയുടെ കോമൺ സീൽ പ്രകാരം അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തിയുടെ കൈവശമുള്ള ഷെയറുകൾ വ്യക്തമാക്കുകയും അത്തരം ഷെയറുകൾക്ക് ആ വ്യക്തിയുടെ ടൈറ്റിലിൻ്റെ ഒരു പ്രൈം എവിഡൻസ് അല്ലെങ്കിൽ പ്രൈം ഫേസ് എവിഡൻസ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. ദ കണ്ടന്റ് ഓഫ് ഷെയർ സർട്ടിഫിക്കറ്റിലെ കണ്ടൻസ് എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ, ദ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി. രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ നെയിമും അഡ്രസ്സും ഒക്കെ ഈ ഒരു ഷെയർ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, സീരിയൽ നമ്പർ ഓഫ് ദ സർട്ടിഫിക്കറ്റ്. സീരിയൽ നമ്പർ ഉണ്ടായിരിക്കും സർട്ടിഫിക്കറ്റിൽ, അതിൻ്റെ സീരിയൽ നമ്പർ ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ നെയിമും അഡ്രസ്സും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഷെയർ ഹെൽഡ്, എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് ഹെൽഡ് ചെയ്തിട്ടുള്ളത്, ആ ഷെയർസിൻ്റെ എണ്ണവും ഈ കണ്ടന്റിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ദ ക്ലാസ് ഓഫ് ഷെയർസ്, നോമിനൽ വാല്യൂ ആൻഡ് പെയ്ഡ് അപ്പ് വാല്യൂസ്. ഏത് ക്ലാസ് ഓഫ് ഷെയർസ് ആണ് എന്നുള്ളതും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നോമിനൽ വാല്യൂ ആണോ അഥവാ പെയ്ഡ് അപ്പ് വാല്യൂ ആണോ എന്നുള്ളതും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ്, ഡിസ്റ്റിങ്റ്റീവ് നമ്പർ ഓഫ് ഷെയർസ്. ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഷെയർസ് അതിൻ്റെ എണ്ണം അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഫോളിയോ നമ്പർ ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്മാരുടെ ഫോളിയോ നമ്പർ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. കോമൺ സീൽ ഓഫ് ദ കമ്പനി, ഒരു കമ്പനിയുടെ കോമൺ സീൽ അതിലുണ്ടായിരിക്കും. നെക്സ്റ്റ്, സിഗ്നേച്ചർ ഓഫ് ദ ഓതറൈസ്ഡ് സിഗ്നേച്ചറീസ്. ഓതറൈസ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സൻ്റെ സിഗ്നേച്ചർ അതിലുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്ന കണ്ടൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലിസ്റ്റിംഗ് ഓഫ് ഷെയർസ് സെക്ഷൻ 40. ലിസ്റ്റിംഗ് ഓഫ് ഷെയർസ് മീൻസ് ദ ഇൻക്ലൂഷൻ ഓഫ് ഷെയർസ് ഇൻ ദ ഒഫീഷ്യൽ ലിസ്റ്റ് ഓഫ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോർ ദ പർപ്പസ് ഓഫ് ട്രേഡിംഗ്. ഇവിടെ ഷെയറുകളുടെ ലിസ്റ്റിംഗ് എന്നാൽ ട്രേഡിങ്ങിനായിട്ട് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ലിസ്റ്റ് പട്ടികയിൽ ഷെയറുകൾ ഉൾപ്പെടുത്തുക എന്നാണ് ഈ ലിസ്റ്റിംഗ് ഓഫ് ഷെയർസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ബെനിഫിറ്റ്സ് ഓഫ് ലിസ്റ്റിംഗ് ഓഫ് ഷെയർസ്. ഇറ്റ് പ്രൊവൈഡ് ദ ലിക്വിഡിറ്റി ടു ദ ഷെയർ ഓഫ് ദ കമ്പനി. ഈ ലിസ്റ്റിംഗ് ഓഫ് ഷെയർസ് കമ്പനിയുടെ ഷെയർസിൻ്റെ ലിക്വിഡിറ്റി നിലനിർത്തുന്നു എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, എ ലിസ്റ്റഡ് കമ്പനി കമാൻഡ്സ് ഗുഡ് ഇമേജ് എമംഗ് ദ പബ്ലിക്. ഒരു ലിസ്റ്റ് ചെയ്ത കമ്പനി അത് പബ്ലിക്കിനിടയിൽ നല്ലൊരു അല്ലെങ്കിൽ ബെറ്റർ ആയുള്ളൊരു കോർപ്പറേറ്റ് ഇമേജ് അല്ലെങ്കിൽ ബെറ്റർ ആയുള്ളൊരു ഇമേജ് കമാൻഡ് രൂപപ്പെടുത്തുന്നുണ്ട്. നെക്സ്റ്റ്, ലിസ്റ്റ് ഓഫ് ഷെയർസ് ആർ ആക്സെപ്റ്റഡ് ആസ് കൊളാട്രൽ ഫോർ ഒബ്റ്റെയിനിങ് ലോൺസ് ഫ്രം ബാങ്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്ത ഷെയറുകൾ ബാങ്കിൽ നിന്ന് ലോൺസ് ലഭിക്കുന്നതിന് കൊളാറ്ററൽ ആയിട്ട് റിസീവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ലിസ്റ്റഡ് കമ്പനീസ് ആർ റിക്വയർഡ് ടു കമ്പൽ വിത്ത് റെഗുലേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ദർബൈ ദർ ഈസ് ബെറ്റർ ഗവേണൻസ് ഓഫ് കമ്പനീസ്. ഇവിടെ പറയുന്ന ലിസ്റ്റ് ചെയ്ത കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റെഗുലേഷൻസ് പാലിക്കേണ്ടതുണ്ട്. അതുവഴി കമ്പനിയുടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഇമേജ് അല്ലെങ്കിൽ ബെറ്റർ ആയുള്ള ഗവേണൻസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ലിസ്റ്റിംഗ് ഫെസിലിറ്റീസ് വൈഡർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് ഗ്രേറ്റർ പബ്ലിക് അക്കൗണ്ടബിലിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റിങ്ങിന് ഫെസിലിറ്റേറ്റ് ആയിട്ടുള്ള ആ കാര്യങ്ങൾ സെക്യൂരിറ്റികളുടെ ഒരു വിശാലമായ ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ പബ്ലിക് റെസ്പോൺസിബിലിറ്റി കൂടിയാണ്.
നെക്സ്റ്റ് ഡീമെറിറ്റ് ലിസ്റ്റിംഗ് ഓഫ് ഷെയർസ്. ദ കോസ്റ്റ് ഓഫ് പബ്ലിക് ഇഷ്യൂ ഇൻക്രീസിംഗ് വിത്ത് ലിസ്റ്റിംഗ് സിൻസ് ദ ലിസ്റ്റഡ് കമ്പനി ആർ റിക്വയർഡ് ടു പേ ദ ആനുവൽ ലിസ്റ്റിംഗ് ഫീസ്. ഈ ലിസ്റ്റ് ചെയ്ത കമ്പനികൾക്ക് ഇയർലി ലിസ്റ്റിംഗ് ഫീസ് നൽകേണ്ടതിനാൽ ലിസ്റ്റിങ്ങിനോടൊപ്പം പബ്ലിക് ഇഷ്യൂവിൻ്റെ പ്രൈസും വർദ്ധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ദ ലിസ്റ്റഡ് കമ്പനി ഈസ് സബ്ജക്റ്റഡ് ടു മൾട്ടിപ്പിൾ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെബി രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. ലിസ്റ്റ് ചെയ്ത കമ്പനിക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഒന്നിലധികം റെഗുലേറ്ററി ഫ്രെയിംവർക്സിന് വിധേയമാണ്. സെബി, കമ്പനിയുടെ രജിസ്ട്രാർ, ഇതൊക്കെയാണ് അത് പറയുന്നത്. ലിസ്റ്റിംഗ് റിക്വയർ ദ പീരിയോഡിക്കൽ ഫയലിംഗ് ഓഫ് റിപ്പോർട്ട് ആൻഡ് ഇൻഫർമേഷൻസ് ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതോറിറ്റീസ്. ഇവിടെ പറയുന്നത് ലിസ്റ്റിങ്ങിന് ആനുകാലികമായിട്ട് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ വിവരങ്ങളും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ അധികാരികൾക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ്, the shares may be subjected to wide speculation in stock exchange and the valuation may not reflect the true value of the company. ഇവിടെ പറയുന്നത് ഷെയർസുകളിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ വിശാലമായിട്ടുള്ളൊരു സ്പെക്കുലേഷന് വിധേയമായേക്കാം. അതുമാത്രമല്ല, കൂടാതെ വാല്യുവേഷന് കമ്പനിയുടെ യഥാർത്ഥ വാല്യൂ അതിനെ യാതൊരു വിധത്തിലും പ്രതിഫലിപ്പിക്കില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഷെയർ വാറന്റ്. എ ഷെയർ വാറന്റ് ഈസ് എ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി സർട്ടിഫൈങ് ദാറ്റ് ദ ഹോൾഡർ ഓഫ് ഇറ്റ് ഈസ് എൻടൈറ്റിൽഡ് ടു ദ നമ്പർ ഓഫ് ഷെയർസ് സ്പെസിഫൈഡ് ഇൻ ഇറ്റ് ഈസ് issued under the common seal of the company and the respect of fully paid up shares. It can be transferred by mere delivery and the transferee get title to the shares mentioned therein. ഈ ഷെയർ വാറൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി നൽകിയ ഡോക്യുമെൻ്റ്, അതാണ് ഈ ഷെയർ വാറൻറ്റി എന്ന് പറയുന്നത്. അതിൽ ഓണേഴ്സിന് അതിൽ വ്യക്തമാക്കിയ ഷെയർസുകളുടെ എണ്ണത്തിന് അർഹതയുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യണം. ഇത് കമ്പനിയുടെ ഒരു കോമൺ സീല് പൂർണ്ണമായിട്ട് അടച്ച ഷെയറുകളിലുമാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. കേവലം ഡെലിവറിയിലൂടെ ഇത് കൈമാറാനും അതിൽ സൂചിപ്പിച്ച ഷെയറുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും എന്നാണ് പറയുന്നത്. അതാണ് ഷെയർ വാറന്റ്. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ സർട്ടിഫിക്കറ്റ് ആൻഡ് ഷെയർ വാറന്റ്. ഫസ്റ്റ് വൺ, ഷെയർ സർട്ടിഫിക്കറ്റ് ആർ ഇഷ്യൂഡ് ബൈ ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനീസ്. ഷെയർ സർട്ടിഫിക്കറ്റ് പബ്ലിക് കമ്പനീസും അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനീസും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഷെയർ വാറൻറ്റ്സ് ക്യാൻ ബി ഇഷ്യൂഡ് ഓൺലി ബൈ പബ്ലിക് കമ്പനി. ഷെയർ വാറന്റ് എന്ന് പറയുന്നത് പബ്ലിക് കമ്പനീസ് മാത്രമാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇഷ്യൂ ഓഫ് ഷെയർ സർട്ടിഫിക്കറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ അണ്ടർ ദി കമ്പനീസ് ആക്ട്. ഷെയർ സർട്ടിഫിക്കറ്റ് എന്നത് ഒരു ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ സർട്ടിഫിക്കറ്റിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ഈ കമ്പനീസ് ആക്ട് മുഖവിലേക്ക് എടുക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഷെയർ വാറൻറ്റ് പറയുകയാണെങ്കിൽ വാറൻറ്റ് ഈസ് ഇഷ്യൂഡ് ഓൺലി ഇഫ് ഓതറൈസ്ഡ് ബൈ ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസ്. ഷെയർ വാറൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ കമ്പനി ഡോക്യുമെൻറ്റ്സ് ആയ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ അതുമായിട്ട് ഓതറൈസ് ചെയ്തിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഇഷ്യൂഡ് ഫോർ ഫുള്ളി പെയ്ഡ് അപ്പ് ആൻഡ് പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ്. ഷെയർ സർട്ടിഫിക്കറ്റിൽ ഒന്നില്ലെങ്കിൽ അവിടുത്തെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന ഒന്നില്ലെങ്കിൽ ഫുള്ളി പെയ്ഡ് അപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ആയിരിക്കും. നെക്സ്റ്റ്, ഷെയർ വാറൻ്റെ കേസിൽ ഓൺലി ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആർ ഇഷ്യൂഡ്. ഷെയർ വാറൻറ്റി എന്ന് പറയുകയാണെങ്കിൽ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ കേസിൽ ട്രാൻസ്ഫർ ഷെയർസ് സർട്ടിഫിക്കറ്റ് റിക്വയർ ഡെലിവറി ആൻഡ് എക്സിക്യൂഷൻ ഓഫ് എ ട്രാൻസ്ഫർ ഡീഡ്. ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ കേസിൽ നമുക്ക് എന്താണ് അതിൻ്റെ ട്രാൻസ്ഫർ ഷെയർസ് അല്ലെങ്കിൽ ഷെയർ സർട്ടിഫിക്കറ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ഒന്നില്ലെങ്കിൽ ഡെലിവർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് അത് ട്രാൻസ്ഫർ ഡീഡ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, ഷെയർ വാറൻ്റെ കേസിൽ ട്രാൻസ്ഫർ ഷെയർ വാറൻറ്റ് ഈസ് മെയ്ഡ് ബൈ ഡെലിവറി ഓൺലി. ട്രാൻസ്ഫർ ഷെയർ വാറൻറ്റ് ഓൺലി ഡെലിവറി ആണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഷെയർ വാറൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് ഡെലിവറി പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഈ ട്രാൻസ്ഫർ ഷെയർ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഡെലിവറി പർപ്പസിനും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഡീഡിനുമാണ് അത് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെയും ഷെയർ വാറൻറ്റിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് എന്താണ്
മെത്തേഡ്സ് ഓഫ് ഇഷ്യൂ ഷെയർസ്, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ്, പ്രൊവിഷൻസ്, പിന്നെ ഈ പറയുന്ന ഷെയർ സർട്ടിഫിക്കറ്റും ഷെയർ വാറൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്ന് പ്രൊവിഷൻസ് ഓഫ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്, പ്രൊസീജിയേഴ്സ് ഓഫ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്, പിന്നെ പറയുന്നത് ഈ ഷെയർ സർട്ടിഫിക്കറ്റ് എന്താ എന്ന് ചോദിക്കും. അതുപോലെ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് ചോദിക്കും. പിന്നെ ചോദിക്കാറുള്ളതാണ് ഷെയർ സർട്ടിഫിക്കറ്റ് ഷെയർ വാറൻറ്റും തമ്മിലുള്ള ഡിഫറൻറ്റ്. അപ്പോൾ അത് രണ്ട് ഡിഫറൻറ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ മീനിങ് മെയിനായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്താണ് പബ്ലിക് ഇഷ്യൂ, അല്ലെങ്കിൽ എന്താണ് IPO, അല്ലെങ്കിൽ എന്താണ് FPO എന്നുള്ളത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിഫറൻറ്റ് എഴുതുമ്പോൾ ഒരു പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാനുള്ളൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് നമുക്കൊരു ഇപ്പോൾ ഷെയർ സർട്ടിഫിക്കറ്റും ഷെയർ വാറൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് എക്സാമിന് ചോദിച്ചതെങ്കിൽ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എഴുതുക ജസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഷെയർ വാറൻറ്റ് ആൻഡ് ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് എഴുതിയിട്ട് ആദ്യത്തെ പാരഗ്രാഫിൽ ഷെയർ സർട്ടിഫിക്കറ്റ് എന്താ എന്നും രണ്ടാമത്തെ പാരഗ്രാഫിൽ ഷെയർ വാറൻറ്റ് എന്താ എന്നുള്ളത് എഴുതി വയ്ക്കുക. ജസ്റ്റ് ഒരു 2-3 സെൻറ്റൻസിൽ. ദെൻ ഒരു 2 കോളം വരയ്ക്കുക. എന്നിട്ട് എന്താണ് ഡിഫറൻസ് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇതൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.